ഇപ്പം ഈ അഷ്റഫിൻ്റെ കാര്യത്തിൽ തന്നെ ഒരു അഭിപ്രായം പറഞ്ഞു, ശരിയാണ്. അഭിപ്രായത്തിൽ പല അഭിപ്രായങ്ങളുണ്ടാവാം. പക്ഷെ അതിൻ്റെ പേരിലൊരു അച്ചടക്ക നടപടി, സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ കൂടിയ നടപടിയാണ്. അതൊരു ഏകാധിപത്യ പ്രവണതയുള്ള ഒരു അഭിപ്രായം പറഞ്ഞവനെ നിലക്ക് നിർത്തുന്ന പരിപാടിയാണ്. അത് കേരളത്തിൽ പതിവില്ലാത്തതാണ്. അത് ഇതേപോലെ അഭിപ്രായം പറഞ്ഞ ഡോക്ടർ ഹാരിസിനെതിരെ കാര്യമായിട്ട് നടപടി വന്നിട്ടില്ല. അല്ല, അത് നടപടി വേണ്ട ഒരു വിഷയമാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് ഞാൻ പറയും, ഈ നടപടി എടുക്കാൻ പാടില്ലായിരുന്നു. ഹാരിസ് പറഞ്ഞത് പിന്നെ വാസ്തവത്തിൽ പബ്ലിക് ഇൻട്രസ്റ്റിൽ പറഞ്ഞതാന്നുള്ളത് കേരളം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ റൂളും നിയമവും മാത്രം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. റൂളും നിയമവും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അതിങ്ങനെ പൊക്കി പിടിച്ചാൽ അതൊരു ബ്രിട്ടീഷുകാരെ കാലത്തുള്ള സമീപനമായി മാറിപ്പോകും. നിയമം ഞങ്ങളൊക്കെ തന്നെയല്ലേ നിയമം ഉണ്ടാക്കുന്നത്. നിയമസഭാ സമാജികരും പാർലമെൻറ്റ് മെമ്പർമാരും ഒക്കെയാണ് നിയമം ഉണ്ടാക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയാണ്. എല്ലാ സിസ്റ്റം മെഡിക്കൽ കോളേജിൽ ഉണ്ടാക്കി വെച്ചു. പക്ഷേ ഓപ്പറേഷൻ ചെയ്യാനുള്ള സാധനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ നിയമം കൊണ്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ ഡോക്ടർ പ്രതികരിക്കാതിരിക്കുമോ? മനുഷ്യത്വമുള്ള ആരായാലും പ്രതികരിച്ചു പോകില്ലേ? അപ്പോൾ അതേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഇതിനൊന്നും നടപടിയല്ല വേണ്ടത്, ഒരു ഗീവ് ആൻഡ് ടേക്ക് സമീപനമാണ് വേണ്ടത്.